ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ കുഞ്ഞുയാത്രകൾ. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ യാത്ര പോവാണ് കേട്ടോ. നമ്മളിന്ന് സൈമോനെ കാണാൻ പോവാണ്. പിന്നീട് അല്ലൂസ് ഉണ്ട് കേട്ടോ. അല്ലൂസിന് ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അല്ലൂസ് ഹായ് പറഞ്ഞ, ഹായ് പറ, ഹായ് പറ അല്ലോ. ഓക്കെ, നമ്മൾ സൈമോനെ കാണാൻ പോവാ കേട്ടോ. സൈമോൻ ജോലി ചെയ്യണത് കോഴിക്കോടാണ്. അപ്പൊ നമ്മള് അങ്ങനെ കാണാൻ പോവാണ്. നല്ല മഴയാട്ടോ, പുറത്ത് നല്ല മഴ ഉണ്ട്. നമുക്ക് നോക്കാം. മഴ ആവുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. റോഡൊക്കെ ഭയങ്കര നല്ല മഴയാണ് പുറത്ത്. കാണിച്ചുതരാം. നല്ല മഴയാണ്. നമ്മൾ മലപ്പുറം എത്തിയിട്ടില്ല കേട്ടോ. നാറാണത്ത് എത്തിയിട്ടുള്ള നമ്മുടെ സ്ഥലം കണ്ടോ. മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. ചെറിയ ചാറ്റിൽ മഴയുള്ളൂ. അല്ലൂസിന്റെ പല്ല് പുഴുപ്പല്ല് ഒന്ന് കാണിച്ചു കൊടുക്കല്ലോ. ഒന്ന് കാണട്ടെ. നല്ല കുട്ടിയല്ലേ, ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ ചെറുതായിട്ടോ, കുറച്ച് കണ്ടില്ലേ. ഈ റോഡ് ഭയങ്കര മോശാലേക്ക. എന്താ ഇത്, എന്താ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ റോഡ് ഭയങ്കര മോശം. ഇത് സ്ഥലം എന്നറിയോ? സ്ഥലം കൂട്ടിലങ്ങാടിയോ? അല്ല, പക്ഷെ കൂട്ടിലങ്ങാടി എത്തണീന്റെ മുമ്പ് എന്താ അങ്ങനെ വളവൊക്കെ ഉള്ള റോഡുണ്ടല്ലോ, മലപ്പുറത്തെ കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ ആ റോഡ് ഭയങ്കര അല്ലല്ല, വീതി കമ്മി ആയതുകൊണ്ടേ നമുക്ക് ഈ സ്കൂൾ ടൈം അതുപോലെ തന്നെ ഈ രാവിലെയൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ബ്ലോക്ക് ഉണ്ടാവും. അങ്ങാടിപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കുള്ള സ്ഥലമാട്ടോ ഇവിടെ ഈ ഭാഗത്തുണ്ട്. അതാ അല്ലൂസിന്റെ പല്ല് കണ്ടു. കണ്ടേ. അല്ലൂസ് അവർക്ക് ഒരു പാട്ട് പാടി കൊടുത്ത. തെറ്റി, അച്ഛ തെറ്റി. ഒന്ന് പാടി ഇതാണ് ആ പാട്ട്. മുട്ടക്കലക്ക് ജസ്റ്റ് എന്താണ് ഇപ്പൊ പാട്ട്? കനവില് ഭാരതി ഒക്കെ പാടിണ്ടല്ലോ. അച്ചു തുടക്കി തരാ. തുടക്കച്ചു പാടിത്തരാ. പാട് പാടിയ പ്രൈസ് ഉണ്ട്. ഒരു മുട്ടായി പിടിച്ചിടും. മുട്ടായിയോ? മുട്ടായി ഇല്ല. ഞാൻ ജസ്റ്റ് നിൽക്കുന്ന കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. ഞാൻ എടുത്തരാം. മുട്ടായി ഉണ്ടാ കാണിച്ചു കൊടുക്ക അവർക്ക്. മുട്ടായി അല്ലേ? ഓക്കെ, ഇതാര് പഠിച്ചതാ? അല്ല, തുമ്മയൊക്കെ തന്നാലേ നമ്മളന്ന് കല്യാണത്തിന് പോയപ്പോ. മുട്ടായിയാണത്. ഹോട്ടല് തപ്പിക്കൊണ്ടിരിക്കട്ടെ. വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. എന്തെങ്കിലും ദോശ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ നന്നാവുമായിരുന്നു. അങ്ങനെ നമ്മള് കൂട്ടിലങ്ങാടി എത്തിട്ടോ. ഇവിടെ ഒന്നും വലിയ മഴയില്ല കേട്ടോ. രാത്രി പെയ്തത് അതുകൊണ്ട്. പിന്നെ രാവിലെ ഒന്നും മഴ പെയ്തിട്ടില്ല. കണ്ടോ, റോഡൊന്നും വലിയ നനവൊന്നുമില്ല. പക്ഷെ ഈ വരുന്നവരെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ വലിയ മഴയില്ല. റോഡൊന്നും വലിയ നനവ് തോന്നുന്നില്ലല്ലോ അല്ലെ? ഇനി ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു കട കിട്ടിയാൽ നമുക്ക് നിർത്തണേ ഫുഡ് കഴിക്കാന്. എന്തെങ്കിലും ഒരു ദോശ എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അല്ലുവിന് മരുന്ന് കൊടുക്കാൻ. പനി, അല്ലൂസിന് നല്ല പനിയും ജലദോഷ കേട്ടോ. അപ്പൊ പുഴയിലൊക്കെ ഉണ്ട് കേട്ടോ. കലക്കിലൊന്നാണ് പുഴയിലൊക്കെ. അല്ലുവിന് ഇത് കഴിച്ചിട്ട് വേണം. ഇനി നമുക്ക് എത്ര ഉണ്ട് കോഴിക്കോടേക്ക്? അതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. കോഴിക്കോട് റൈറ്റ്, മലപ്പുറം സ്ട്രൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ.
ഇവിടെ ഒന്നും റോഡിൽ വലിയ ഇതില്ല, അലിക്കാ നനവില്ല. നേരെ പോയ മലപ്പുറം ടൗണ്. ആകെ വീതി കുറഞ്ഞ റോഡും, എന്നിട്ട് ആ റോഡിൽ പണിയാതെ ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കേറി വരിക. അതാണ് അവസ്ഥ. അതുണ്ടോ ഇവിടെ നിന്നും മഴയില്ലാട്ടോ അല്ലേ? ചൂടാണ് കേട്ടോ. ഇനി മഴ നിന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ആ മഴ പെയ്യുമ്പോൾ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇവിടെ ചെറിയ കട ഉണ്ടായിരുന്നു, അത് പ്രതീക്ഷിച്ചിട്ട് അതാ അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കണ്ടോ, ചെറിയ കടയാണ്, എന്തെങ്കിലും കഴിക്കാം. നമുക്കുള്ളത് ഇങ്ങോട്ട് കൊടുന്നാ മതിയേ, വണ്ടിക്ക് കൊടുന്നാ മതി. അല്ലൂസിനായിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അല്ലുപടി ഇരുന്നാ മതി. അച്ചു വാരി തരാ. കറി എന്താ, കടലക്കറിയോ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. കറി ഉണ്ടോ ചോദിച്ചോ? എന്ത് കറി? മുട്ട റോസ്റ്റ്. ആ, ഒന്നെടുത്തോളി. അല്ലുവിന് മുട്ട റോസ്റ്റ്. അല്ലുവിന്റെ ഫുഡ് കണ്ടോ? ഇതാണ് ചെറിയ പൊറാട്ട പൊട്ടു, മുട്ട റോസ്റ്റ് കൂട്ടാ. ആ മുട്ട ഒന്നും കഴിക്കൂല. മുട്ട റോസ്റ്റിന്റെ ഈ ഇത് ഗ്രേവി ഭയങ്കര ഇഷ്ടാ അല്ലൂസിന്. കണ്ട അല്ലൂസിന് കൊടുക്കട്ടെ കേട്ടോ. സൂപ്പറാണ്. കാണില്ല അല്ലൂസിന്. അവർക്ക് ഇവിടെ നിന്നിട്ട് പറ. ഇങ്ങോട്ട് വാ, കാണില്ല അവർക്ക്. അടിപൊളിയാ. അല്ല, അങ്ങനെ അല്ലൂരി നമ്മള് ചായ കൊടുത്തിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് നമ്മള് ഇത്തിരി ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ. മധുരമില്ലാത്ത ചായയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാണ് കേട്ടാ. ഭക്ഷണം കഴിച്ചു. അല്ലൂരിനൊരാശ്വാസം കണ്ടോ. കുറച്ചു നേരത്തെ എനർജി ഉണ്ടാവും കേട്ടോ അല്ലൂസിന്. ഭക്ഷണം കഴിച്ചു. നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. എന്താ അല്ലൂസേ, നേരെ പോയാൽ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ മഞ്ചേരി കേട്ടോ. അപ്പൊ നമ്മള് കോഴിക്കോട് റോഡിന് തിരിയാണ്. സ്ട്രൈറ്റ് മഞ്ചേരിയാണ് കേട്ടോ. കോഴിക്കോട് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മള് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാല് റൈറ്റ് അല്ലല്ലോ, ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മള്. റോഡ് വേഗം ഉണങ്ങി കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിലറച്ചാ പോലും നല്ല തരത്തില് ചൂടെടുക്കണം. നമ്മളങ്ങനെ കൊണ്ടോട്ടി എത്തിട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഈ ഒരു സമയത്ത്. ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട്
താക്കോല് മാന്തിയിട്ടും ഇരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്ക് കൂട്ടാ കണ്ടോ. ശരിയല്ലാത്തതുകൊണ്ടാണ് വണ്ടികൾക്ക് പതുക്കലേ പോകാൻ പറ്റുള്ളൂ. വലിയ വലിയ കുഞ്ഞാണ് റോട്ട് കൂടി മൊത്തം. ഇത് വീഡിയോയിൽ കാണാൻ പറ്റും. ശരിയല്ലാത്തതുകൊണ്ടാണ് വണ്ടികൾക്ക് പതുക്കലേ പോകാൻ പറ്റുള്ളൂ. വലിയ വലിയ കുഞ്ഞാണ് റോട്ട് കൂടി മൊത്തം. ഇത് വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ ഗേസ് നമ്മള് എന്താണ് ഇവിടെ രാമനാട്ടുകര എത്തിയപ്പോ സൈമോന് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ് ഡ്യൂട്ടി 5:30 വരെ ഉണ്ട് ഇത്രേ. അപ്പൊ നമ്മൾ ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പൊ അവൻ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് വന്നത്. കഷ്ടായി. അവനക്ക് പനിയാട്ടോ. അപ്പൊ പനി ആയതുകൊണ്ട് ഇക്ക കാണണം പറഞ്ഞിട്ട് വന്നതാണ്. കാരണം
വയ്യാഞ്ഞിട്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് വരാന്ന് വെച്ചിട്ട് വന്ന. പക്ഷെ പനിയൊന്നും കാര്യമാക്കാതെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. കയറിയ ഉടനെ നമ്മൾ ലീവ് എടുക്കുന്ന ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. അപ്പൊ പോവാണ്. പിന്നെ അല്ലൂസിനും ഭയങ്കര പനിയാണ്. എല്ലാവർക്കും പനി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ശരി, അന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. എല്ലാവർക്കും പനിയായി, ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നോക്കട്ടെ എന്താ ചെയ്യാന്നുള്ളത്. അപ്പൊ ടാറ്റാ.